പോകാട്ടുങ്ങൾ കുടുംബസമിതിയുടെ 15ാം ആണ്ടിൽ നാം നടത്തുന്ന കുടുംബസംഗമത്തിലാണ് നാം ഒരുമിച്ച് കൂടിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ അവരുടെ ജന്നാത്തുൽ നഈമിലും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ സ്വന്തം സഹോദരി സഹോദരന്മാരെ, സാധാരണ മാമ്പഴം പഴുത്താൽ കാക്കക്ക് വായ്പുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഞാൻ ഈ സംഗമവുമായി മാസങ്ങളായി കാത്തിരിക്കുകയാണ്. രണ്ട് വാക്ക് നിങ്ങളോട് സംസാരിക്കാൻ. എൻ്റെ സ്വന്തം സഹോദരന്മാരെ നിങ്ങളെല്ലാവരും കണ്ട് സംസാരിക്കാൻ ആഗ്രഹിച്ച് രണ്ട് വാക്ക് സംസാരിക്കണമെന്ന് ബോധ്യം വെച്ചതാണ്. പക്ഷെ ഇവിടെ ചേരാൻ ഭാഗത്ത് ഇതേപോലെ കുറേ കുടുംബ സംഗമങ്ങൾ നടക്കാറുണ്ട്. അവരുടെ സംഗമം വിജയിക്കാറില്ല. അപ്പം അതുകൊണ്ട് ഈ സംഗമം വിജയിക്കരുത് എന്ന് വെച്ചിട്ട് ആരോ നമുക്ക് മാരണം ചെയ്തതുപോലെ സ്വാഗത പ്രസംഗത്തിൽ ഹബീബിനും ശബ്ദമില്ല, നമ്മുടെ പരിപാടിക്ക് ബഹുമാനപ്പെട്ട ലുക്മാനുൽ ഹക്കീമിനും ശബ്ദമില്ല, എനിക്ക് തീരെ ശബ്ദമില്ല. അപ്പോൾ രണ്ട് വാക്ക് ഇവിടെ പറയാതിരിക്കാൻ പറ്റുള്ളൂ. ലുക്മാനുൽ ഹക്കീം സംസാരിച്ചതിൻ്റെ കുറേ കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാൻ, അതിനിപ്പോൾ ശബ്ദം അനുവദിക്കാത്തത് ഞാൻ അവസാനിപ്പിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഏത് കാലഘട്ടത്തിലാണ് നമ്മളിവിടെ ഈ ഹാളിൽ ഇരിക്കുന്നത് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. എൻ്റെ സഹോദരന്മാർ ചോദിക്കാനുള്ളത്, നിങ്ങളിവിടെ സംസാരിക്കാൻ വന്നതാണോ അല്ലെങ്കിൽ സംസാരം കേൾക്കാൻ വന്നതാണോ? നിങ്ങൾ സംസാരിക്കാൻ വന്നതാണോ സംസാരം കേൾക്കാൻ വന്നതാണോ? എല്ലാവരും ഇരിക്കണം. നിങ്ങളെന്താ സംസാരിക്കുന്നത്? നിങ്ങൾ സംസാരിക്കാൻ സ്ഥലം തരും. ഇപ്പം ഈ അധ്യക്ഷ വേദിയിൽ നിന്ന് എന്താണോ സംസാരിക്കുന്നത് അത് കേൾക്കാനാണ് നിങ്ങൾ ഇരിക്കുന്നത്. നിങ്ങൾ സംസാരിക്കാനല്ല, വേണമെങ്കിൽ നമുക്ക് മണിക്കൂർ അതിന് മാറ്റിവെക്കാം. ഇപ്പോൾ ഈ 10 മിനിറ്റാണ് സംസാരിച്ചോട്ടെ, നിങ്ങൾ ശ്രദ്ധിക്കും. ഞാൻ സംസാരിക്കുന്നത് മനസ്സിൻ്റെ അകത്തുനിന്നാണ്. ഒരു പക്ഷേ ശൈലി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോണമെന്നില്ല, പക്ഷെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കേട്ടേ പറ്റൂ. 15 വർഷം മുമ്പ് ഒരു ദിവസം ചേളാരിയിലെ കുറച്ച് ചെറുപ്പക്കാർ, കുറച്ച് പ്രായമുള്ള ആളുകൾ കോഴിക്കോട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ നമ്മളെ കുടുംബമാണ്. അല്ലെങ്കിൽ തന്നെ നേരത്തെ ലുക്മാൻ പറഞ്ഞതുപോലെ 15 മക്കളാണ്. അവിടുന്ന് പറഞ്ഞത് എൻ്റെ വലിപ്പനെ കുറിച്ചാണ്. ഇവിടെ ചോദിച്ചല്ലോ എത്ര മക്കളുണ്ടെന്ന് ചോദിച്ചല്ലോ വലിപ്പന്മാർക്ക്. ആ 15 മക്കൾ ഏറ്റവും അറിയാനുള്ളത് എൻ്റെ വലിപ്പക്കാണ്. അത്രമാത്രം കുടുംബം കോഴിക്കോടുന്നുണ്ട്. പിന്നെ പോലെ ചേരാതിന് ചനിക്കെന്ന് വന്നിട്ട് പറയാണ്, ഇന്നലെ നമ്മുടെ കുടുംബമാണ്. അപ്പോൾ നമുക്കൊന്ന് കൂടണമെന്നാണ്. അപ്പോൾ ഏതായാലും എന്നെ നിർബന്ധിച്ചപ്പോൾ കോഴിക്കോട് വരാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ അവർ കാറിൽ വരികയാണ്. ആ വരുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഇന്നത്തെ അധ്യക്ഷൻ സെക്യൂരിറ്റി എൻ്റെ അനിയനാണ്. ആ വരുമ്പോൾ 4 ആളുകളുണ്ട്. സിറാജുണ്ട്, എൻ്റെ ഓർമ്മ ശരിയാണ് 4 ആളുണ്ട്. വരുമ്പോൾ പറഞ്ഞു, നിങ്ങൾ വേണ്ടാത്ത പണി കിട്ടണ്ട, എന്തൊക്കെ ഇഷ്ടംപോലെ കമ്മിറ്റി പ്രസിഡന്റ്, നിങ്ങൾ ഒരു പ്രസിഡന്റാണ് പറയാൻ കിട്ടും. അതുകൊണ്ട് ഒരു നിർബന്ധിക്കും എന്താ പറയുക പ്രസിഡന്റാണ് ഏറ്റെടുക്കാൻ. പക്ഷെ ഒരു കാരണവശാലും ഏറ്റെടുക്കരുത്, കാരണം എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൊണ്ട് ഒരു കാരണവശാലും ചെയ്യില്ല, എന്നെക്കൂടെ സാധിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. അവസാനം ഇവിടെ എത്തിയിട്ട് നമ്മൾ 5 ആളല്ലേ, ഇവിടെ 50 ആളാണ്. ഇവനൊരു തീരുമാനം, ഒരു പരിചയമില്ല. ഇവരുമായി എനിക്ക് പരിചയമുള്ള ആളുകൾ കഥകൾ എനിക്ക് കേൾക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. ഏകദേശം 30 വർഷം മുമ്പ് 35 40 വർഷം മുമ്പ്, എനിക്ക് ഇന്നില്ല, ഇപ്പം 60 വയസ്സായി. 40 വർഷം മുമ്പ് ഞാൻ ഈ റഫീഖിൻ്റെ സിദ്ധികാരൻ്റെ ഈ വിലക്ക് ഹബീബിൻ്റെയൊക്കെ വീട്ടിൻ്റെ മുൻപിൽ കൂടെ വൈകുന്നേരം 7 മണിക്ക് ഇങ്ങനെ നടന്നു പോകും. ആ ചരിത്രം പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. ഒരു പരിചയമില്ല. റഫീഖാണ്, ഹബീബാണ്, അല്ല അൻവറാണ്, അല്ലെങ്കിൽ ഇവിടെ അസ്ലമാണ്, ഇവർ ആരും പരിചയമില്ല. റഷീദ് ഒരാളും പരിചയമില്ല. വന്ന് പോകുന്നു. ഇവിടെ രാത്രി 8 മണിക്ക് 9 മണിക്ക് പരിപാടിക്ക് പങ്കെടുക്കും. ആ പരിപാടി കഴിഞ്ഞ്
ഇവർക്ക് നാട്ടിൽ പോകും. ആഴ്ചക്ക് 3 വർഷം. 40 വർഷം മുമ്പത്തെ കഥയാണ്. എന്നാൽ ഇതേ നാട്ടിലത്തെ ആൾക്കാരാണ് വന്നിട്ട് പറഞ്ഞത് ഇവർ നമ്മുടെ കുടുംബമാണ്. അപ്പോൾ നമ്മളിവിടെ വന്ന് മീറ്റിംഗ് വന്ന് നോക്കുമ്പോൾ എന്നെ പരിചയമുള്ള കുറേ ആളുകൾ നമ്മൾ കെട്ടിപ്പിടിച്ച് സ്നേഹം അങ്ങനെ ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ച് എന്തിന് ഏറെ പറയുന്നത് സമയമില്ലാത്തതുകൊണ്ടാണ്. എന്തിനേറെ പോലെ പിടിച്ച് പ്രസിഡൻ്റാക്കി. ആ പ്രസിഡന്റ് അള്ളാഹുവിൻ്റെ ഫതില് കൊണ്ട് എൻ്റെ കഴിവുകൊണ്ടല്ല, ഒരു കഴിവില്ല. വെറുതെ വരുമ്പോൾ അസ്ലാം വലിയ കെട്ടിപ്പിടിക്കും. ഇതാണ് പണി. ബാക്കിയൊക്കെ പണിയില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കുറേ ആൾക്കാരുണ്ട്. ഇതൊക്കെ ഒരു പണിയാണ്. സ്നേഹം എന്താണെന്ന് ശരിക്കും നമ്മൾ അതായത് നമ്മൾ സൗദി അറേബ്യയിലെ കഥ പറഞ്ഞ പോലെ മദീനയിൽ ചെന്ന പോലെ ഞാൻ സംസാരിക്കുന്നത് എൻ്റെ മനസ്സിലാക്കുന്ന മദീനയിൽ ചെന്നത് പോലെ ഈ ചേരാൻ ചെറുക്കൽ വന്നാൽ ഇവർ സിംഗം കഥയാണ്. മീറ്റിംഗ് മുഴുവനും നടത്തുന്നത് ചേരാനില്ല. ഇതേ കുടുംബം നമ്മൾ കോഴിക്കോടുണ്ട്. ഞാൻ കോഴിക്കോട്ടായ മോശമാക്കല്ലോ. ഇതേ കുടുംബം ഇതേപോലെ ഞാൻ ഈ ഹാളിലേക്ക് ഞാൻ പറഞ്ഞത് 500 ആളെ കോഴിക്കോട് നിന്ന് കൊണ്ടില്ല. അതെൻ്റെ ഒരു വാശിയായിരുന്നു. അതാണ് പതിയോട് ഏകദേശം ആളൊക്കെ വന്നിട്ടുണ്ട്. ഈ ആളുകൾ കോഴിക്കോടുണ്ട്. പക്ഷേ കോഴിക്കോട് വെച്ച് നീച്ച് നല്ല ചേരാൻ സമയം വന്നിട്ട് നല്ല ബീഫും നല്ല പൊറാട്ടി നല്ല പൂള കടിച്ചു പോകും. അപ്പോൾ നമ്മൾ എടുത്തു പറഞ്ഞ് കോഴിക്കോട് നടത്തേണ്ടത്. ഞാൻ പോയി കോഴിക്കോട് വേണ്ട. ഇവർ എല്ലാവരും അവിടെ ഒന്ന് ചേരാൻ വെക്കുമ്പോഴത്തേക്ക് അവിടെ നടത്തണ്ടേ. ഇവർക്ക് ഇവിടെ ചെലവാക്കുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടല്ല. ഇവർക്ക് ചേരാൻ നടത്തുന്ന അസുഖം. കാരണം കോഴിക്കോട് വരണ്ട. പക്ഷേ കോഴിക്കോടുള്ള കുടുംബങ്ങളെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഇവർ പറഞ്ഞ് നമുക്ക് അവിടെ നടത്താം. ഞാൻ പോയി വേണ്ട. എന്താ കാരണം ഇവരെ കാണിക്കാതെ ഞാൻ പറയാം. ഇവിടെ വീടുകൾ സ്ഥിതി ചെയ്യുന്നത് അതായത് ഒരു ജമാഅത്ത് നടക്കുന്ന സമയത്ത് പള്ളിയിൽ ചുരുങ്ങിയത് ഒരു കുടുംബത്തിലെ 10-20 ആളുണ്ടാവും. നമ്മുടെ നാട്ടിൽ നമസ്കാരത്തിന് മോഹൻപൊക്കെ പള്ളി എന്നാൽ ഇത് 5 ഞാൻ വിളിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ താമസിക്കുന്ന വ്യത്യസ്ത മേഖലകളിലാണ്. ഓരോ ഭാഗത്താണ് താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒന്നിച്ച് കിട്ടില്ല. ഒരാൾ മലയാളം പാടുന്ന മറ്റാൾ കേൾക്കും. ഒരാൾ രാമനാട്ടിലാണെങ്കിൽ ഒരാൾ ചെലവ്. ഈ രീതിയിൽ ഓരോ ഭാഗത്തായതുകൊണ്ടും അവർക്ക് എത്തിപ്പെടാൻ സാധിക്കാത്തതുകൊണ്ടും ആ കോർഡിനേഷൻ നമുക്ക് സാധിക്കുന്നില്ല. ആ തീരുമാനത്തെ നമ്മൾ മാറ്റി എഴുതി ക്ഷാമം ഒന്ന് കയ്യാക്കി കോഴിക്കോട് പോരാ. നമ്മൾ മാറ്റി എഴുതി ഇവർക്ക് മാത്രമുള്ള സ്നേഹം നമ്മൾ നടത്തി കാണിച്ചു ക്ഷാമം. അപ്പോൾ അതിൻ്റെ തുടക്കം നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഇതിൻ്റെ അധ്യക്ഷൻ നിലയ്ക്ക് ഇതിൻ്റെ പ്രസിഡന്റ് നിലയ്ക്ക് ഒരുപാട് പോരായ്മകൾ ഉണ്ടാക്കി. ഞങ്ങൾ മുന്നിൽ പറയുന്നത് ഒരുപാട് 3-4 വർഷം പല കാരണങ്ങളുണ്ടോ. പല കൊറോണ വന്നു, വോട്ട് നിരോധനം വന്നു, പിന്നെ നിപ്പ വന്നു. ഇതൊക്കെ ഈ കാലങ്ങളിലുള്ളിലാണ്. അതുകൊണ്ട് നമുക്ക് പലരും ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ട്. ഇനി അത് പറ്റില്ല. നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞ പോലെ നമ്മൾ അല്ലാതെ കണ്ണിൽ തന്നാലാവെന്ന് പറഞ്ഞ പോലെ നമ്മൾക്ക് കൊണ്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിലൊക്കെ നമ്മൾ സഹായിക്കണം. അതുകൊണ്ട് എന്താ പറയുക, ഒരു ഉമ്മവറ്റ മക്കളെ പോലെ നമുക്ക് ഒന്നിച്ച് നിൽക്കണം. ഇൻഷാ അല്ലാഹ് തൗഫീഖ് ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ നിക്മാലിനെ സംസാരിച്ചപ്പോൾ ഞാൻ ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. ക്ലിയർ ആവുന്നില്ല. കുറെ ആഗ്രഹിച്ച കാര്യമാണ്. ഇവിടെ പെണ്ണുങ്ങളെ കഥ വന്നപ്പോഴേ ചില മന്മക്കൊക്കെ സന്തോഷമായിരുന്നു. അമ്മായിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇപ്പം സംസാരിച്ചപ്പോൾ നിക്മാലല്ല, സോറി, ഉസ്താദ പറഞ്ഞു. ഉസ്താദ് പ്രസംഗിച്ച് അമ്മായിൻ്റെ പീഡനത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. അമ്മായിൻ്റെ ആ മന്മക്കളൊക്കെ സന്തോഷിച്ചിട്ടുണ്ടാവോ, എൻ്റെ അമ്മായിമക്കാർ കിട്ടണം, എൻ്റെ അമ്മായിമക്കാർ സ്വാഗതം. മക്കളെ നിങ്ങൾ കേൾക്കാം. നമ്മുടെ കുടുംബം ഒരു കുടുംബമായി ജീവിക്കുമ്പോൾ എല്ലാ ഭാഗത്തുനിന്നും ഓരോ ഭാഗത്തുനിന്നും അതിൻ്റെതായിട്ടുള്ള ഭാഗങ്ങൾ ശ്രദ്ധിക്കേണ്ടു. ഇപ്പം ഉമ്മ പറഞ്ഞൊക്കെ വളരെ അതുമായി പല ആളും പ്രസംഗിച്ച് ഇന്നത്തെ കാലഘട്ടം എന്താണ് നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തം മാതാവിനെ സ്വന്തം ഉമ്മയെ കഴുത്തിന് കത്തി വെച്ച് അറുത്തതിന് ശേഷം അയാൾക്ക് പോലീസുകാർ ചോദിക്കാൻ നിങ്ങൾ ചെയ്യാനുള്ള കാരണം എന്താണ്? ഒരു കൗമാരപ്രായക്കാരൻ സ്വന്തം മാതാവിൻ്റെ കഴുത്തിൽ കത്തി വെച്ച് അറുത്തിട്ട് അതിന് കുറ്റബോധമില്ലാതെ ചോദിച്ചപ്പോൾ പറയാനും എന്നെ പ്രസവിച്ച കാരണം കൊണ്ടാണ് പ്രസ്താവിക്കുന്നത്. എന്നെ പ്രസവിച്ച കാരണം കൊണ്ടാണ്. നമ്മുടെ ദുനിയാവിൽ ഒരു ബന്ധത്തെ ഉദാഹരണം വെച്ച് പറയുന്നത് നമ്മൾ പറയും ഏറ്റവും സൗന്ദര്യമുള്ള പൂ റോസാപ്പൂ അല്ലെങ്കിൽ മുല്ലപ്പൂ എന്ന് പറയും. നല്ല കളർ പറയുമ്പോൾ മഞ്ഞ കളർ ചുവപ്പ് കളർ എന്ന് പറയും. അല്ലെങ്കിൽ ബന്ധത്തെക്കുറിച്ച് പറയുന്നത് പോലെ ഏറ്റവും നല്ല ബന്ധം ദുനിയാവിൽ ഏറ്റവും അധികം ബന്ധം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ഖുർആനിൽ മുതൽ എല്ലാ സ്ഥലത്തും എല്ലാ ആളുകളും പറഞ്ഞ മാതാവിനാണ്. ഒരു മനുഷ്യന്റെ ബന്ധം ഊട്ടിയുറപ്പിക്കുന്നത് ബന്ധത്തിന്റെ വില പറയുന്നത് മാതാവിനാണ്.
ആ മാതാവിനെയാണ് പറഞ്ഞ് കൈത്തറത്തിട്ട് പറയുന്നത്, എന്നെ ഞാൻ കൊല്ലാൻ കാരണം എൻ്റെ പ്രസവിച്ചതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ്? അത് അയാൾ പറഞ്ഞതല്ല, ആ വ്യക്തി പറഞ്ഞതല്ല. ലഹരി, ഇന്ന് ഉപയോഗിക്കുന്ന ലഹരിയിൽ ശരിക്കും ശ്രദ്ധിച്ചോ, ഞാൻ 4 പെൺകുട്ടികളുണ്ടാവാം, എനിക്ക് ആൺകുട്ടികളില്ല, 4 പെൺകുട്ടികളുണ്ടാവാം. സാധാരണ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് കുറച്ച് വർഷം മുമ്പ് വരെ ഒരു പെൺകുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ, 2 പെൺകുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പെൺകുട്ടികളെ ഞാൻ എങ്ങനെ വളർത്തും? പൈസയും സാമ്പത്തികം കെട്ടിക്കുന്ന വിഷയമല്ല, വീട്ടിൻ്റെ ക്ലാസ്സിലേക്ക് തന്നെ പറഞ്ഞേക്കും. കാരണം എനിക്ക് പേടിയാണ്, എൻ്റെ പെൺകുട്ടികൾ എന്താ സംഭവിക്കുന്നത്, എൻ്റെ പെൺകുട്ടി ക്ലാസ്സിൽ പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വിഷമാണ്, ആ ബുദ്ധിമുട്ട് എന്താണെന്ന് ബേജാറാണ്. സത്യമായിട്ട് ഞാൻ പറയുന്നു, ഇന്ന് അതല്ല. ഇന്ന് 17-18 വയസ്സ് പ്രായമില്ലാത്ത ആൺകുട്ടിനെ നിങ്ങൾ ശ്രദ്ധിച്ചോ. 17-18 വയസ്സ്, 15-16-17 വയസ്സ് കഴിഞ്ഞാൽ ആൺകുട്ടികൾ കിട്ടോ, അവനെ നിങ്ങൾ ശ്രദ്ധിച്ചോ. നിങ്ങൾ അള്ളാഹുവിന് സാക്ഷിച്ച് പറയാം. കാരണം എന്താണെന്നറിയോ, സാധാരണ ഒരു ഭർത്താവ് ഒരു ആൺകുട്ടി മദ്യപിച്ചാൽ വീട്ടിലേക്ക് വരില്ല. എന്താ കാരണം? മദ്യം സ്മെല്ലിൽ അവൻ്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ കാണും, അവൻ്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ കാണും. വീട്ടിൽ ധൈര്യത്തോടു കൂടി ഒരു പിതാവിൻ്റെ വീട്ടിലേക്ക്, ഒരു ഉമ്മയുടെ വീട്ടിലേക്ക് കണ്ണു പിടിച്ച് വരില്ല. കാരണം വീട്ടിൽ വന്ന വീട്ടുകാർ എന്താ കഴിച്ച സംഭവിക്കുന്നത്? ഇത് കാണിച്ചു കഴിഞ്ഞാൽ ഒരു സ്മെല്ലും ഇല്ല, ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല. സാധാരണക്കാണ് ഡീസൻ്റ്, സാധാരണ ഉള്ളതിനേക്കാൾ നല്ല ഡീസൻ്റ്. വളരെ ക്ഷമയോടുകൂടി കേൾക്കും, ക്ഷമയോടുകൂടി പറയും. സംസാരിക്കാൻ വിളിച്ചാലല്ലോ മണി വരെ സംസാരിക്കും. ഈ രീതിയിലേക്കാണ് നമ്മൾ ആൺകുട്ടികളുള്ളത്. ശ്രദ്ധിച്ചോളണം. സ്വന്തം മകൻ ഒറ്റയ്ക്ക് റൂമിൽ കിടക്കാൻ സമ്മതിക്കരുത്. ഒരു പെൺകുട്ടിയെ റൂമിൽ ഒറ്റയ്ക്ക് കിടക്കാൻ സമ്മതിച്ചില്ല മുമ്പേ. ഒരു മകളെ സ്വന്തം വീട്ടിൽ ഒറ്റയ്ക്ക് കിടക്കാൻ സമ്മതിക്കില്ല. കാരണം എന്താ? പെൺകുട്ടിക്ക് ഏതെങ്കിലും മകന് ഫോണുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, എൻ്റെ മോൾക്ക് വളരെ ലവ് ഉണ്ടോ, എൻ്റെ മോളെ ബുക്കിൽ ലവ് ലെറ്റർ ഉണ്ടോ, ഇതൊക്കെ പരിശോധിക്കും. ഇന്ന് അതല്ലേ നിങ്ങൾ പരിശോധിക്കേണ്ടത്. ഇന്ന് പരിശോധിക്കേണ്ടത് സ്വന്തം മകൻ ഒറ്റയ്ക്ക് റൂമിൽ കിടക്കുന്നുണ്ടോ, എൻ്റെ മകൻ 2-3 ദിവസത്തേക്ക് എങ്ങോട്ടൊക്കെ യാത്ര പോകുന്നുണ്ടോ പരിശോധിക്കണം. സ്നേഹിതന്മാർ അയച്ചു കൊടുക്കുന്ന സ്നേഹിതന്മാരെ കൂടെ ഞാൻ നല്ല ആളായിട്ടല്ലോ, ഞാൻ നല്ല ആളായിട്ടല്ല. സ്വന്തം വാപ്പ തെമ്മാടിയാണെങ്കിൽ മക്കൾ തെമ്മാടി ഒരാൾ ആഗ്രഹിക്കില്ല. സ്വന്തം വാപ്പ കണ്ണുകുടിയാണെങ്കിൽ സ്വന്തം മകൻ കണ്ണുകുടിയെ ഞാൻ ആഗ്രഹിക്കില്ല. അതേ സ്വന്തം മനസ്സിലാക്കി മതികൾ. സ്വന്തം മകൻ യാത്ര ചോദിച്ച് പോകുമ്പോൾ, ടൂറ് ചോദിച്ച് പോകുമ്പോൾ, പ്രത്യേകിച്ച് ബാംഗ്ലൂരിലേക്ക്, ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും അധികം ലഹരി ബാംഗ്ലൂരാണ്. ഏറ്റവും ലഹരി കേൾക്കുന്നത് ബാംഗ്ലൂരാണ്. ഇതേപോലെ നമ്മൾ ടൂർ പോകുന്ന സമയത്ത് എൻ്റെ മോനല്ലേ ഉമ്മ സപ്പോർട്ട് ചെയ്യും, മോന് പോയിക്കോട്ടെ. ഇങ്ങനത്തെ അങ്ങനെ പറഞ്ഞു. പണ്ടത്തെ ഇങ്ങനെ വാപ്പിൻ്റെ കാലമല്ല. ഇപ്പൊ അത് പറഞ്ഞുകൂടാ, ഓ ചെങ്ങന്മാർ കൂടെ ഒന്ന് പോയിക്കോട്ടെ എന്ന് ഉമ്മനെ സപ്പോർട്ട് ചെയ്യും. ശരിയാണല്ലോ. ഞാൻ പറഞ്ഞുകൊണ്ടത് ഇന്നത്തെ ഏറ്റവും വലിയ സബ്ജക്റ്റ് അതാണ്. അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ല നമുക്ക് ആ സമയത്ത് പല സ്ഥലങ്ങളിൽ പറഞ്ഞു നടക്കുമ്പോൾ നമ്മളമ്മ കുടുംബങ്ങളോട് ഒരുമിച്ച് പിടിച്ചാൽ വളരെ സന്തോഷത്തോടുകൂടി എത്ര കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. ഇവിടെ ആകെ 9 മണിക്ക് വരുന്ന സമയത്ത് 8 മണിക്ക് വന്ന ആൾക്കാർക്ക് 7 മണിക്ക് വരുന്ന ആളുകളുണ്ട്. സന്തോഷമുണ്ട്. എൻ്റെ കുടുംബങ്ങളെ കാണാമെന്നുള്ളത്. അപ്പോൾ ഒന്ന് ഇൻഷാല്ല നമുക്ക് ആഹ്ലാദമായി ചെയ്യണം. നമ്മൾ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് പല രീതിയിലും. ഇന്ന് കമ്മിറ്റിയൊക്കെ ബഹുമാനപ്പെട്ട നമ്മുടെ സെക്രട്ടറി ഓഫീസ് വായിക്കും. നമ്മളിവിടെ സീനിയർ കമ്മിറ്റിയിൽ ഓരോ ഇവിടെ മലപ്പുറം ജില്ലയിൽ ഈ ചേളാരി ബേസ് ചെയ്തുകൊണ്ട് കമ്മിറ്റിയിൽ, കോഴിക്കോട് ബേസ് ചെയ്യുന്ന കമ്മിറ്റിയിൽ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള യൂത്ത് കമ്മിറ്റിയിൽ എല്ലാ കമ്മിറ്റിയിലും മാത്രമല്ല ഒരു സന്തോഷവാർത്ത അറിയിക്കാൻ നമ്മൾ ഈ ഫുട്ബോൾ ടീം ഉണ്ടാക്കുക. ഇവിടെ ഫുട്ബോൾ കളിക്കാൻ ഒന്ന് കൈപ്പൊട്ടി, ഫുട്ബോൾ കൈപ്പൊട്ടി, ഫുട്ബോൾ കളിക്കുന്ന ആ കൈപ്പൊട്ടി ഇവിടെ ഉണ്ടാവുന്നു. ഫുട്ബോൾ 20 അംഗങ്ങൾ, 20 പ്ലേയേഴ്സിനെ വെച്ചുകൊണ്ട് നമ്മൾ ഫുട്ബോൾ ടീം ഉണ്ടാക്കുമ്പോൾ ലഹരിക്ക് പോകുമ്പോൾ, മദ്യപിക്കാൻ പോകുമ്പോൾ, കഞ്ചാവ് പഠിക്കാൻ പോകുമ്പോൾ, MDM പഠിക്കാൻ പോകുമ്പോൾ ആ സ്ഥലത്ത് നിന്ന് മാറ്റിക്കൊണ്ടുവരും. അത് ചെയ്യിക്കാൻ പോവാതെ, അങ്ങോട്ട് പോവാതെ നമ്മൾ കുട്ടികളെ ഫുട്ബോളിലേക്ക് സ്പോർട്സിലേക്ക് മാറ്റാനുള്ള ശ്രദ്ധ ചെയ്യാൻ പോകും. സാധിച്ചിട്ടുള്ള പലതും ശ്രമിക്കാത്തതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് വളരെ റാഹത്തോടുകൂടി നമുക്കെല്ലാവർക്കും നേരത്തെ വിദ്മാ പറഞ്ഞ് തുണിക വരുത്തുന്നു. നമ്മൾ ഇപ്പോഴൊന്നും വരുത്തില്ലായിരിക്കല്ല, എപ്പോഴും പറ്റില്ല. ഇൻഷാ അല്ലാഹ് ഏതായാലും അടുത്ത 5 വർഷത്തേക്ക് 5 വർഷം കഴിഞ്ഞിട്ട് ഇതേപോലെ ഒരു കുടുംബസംഗമോ ഇതിനേക്കാൾ വലിയ ഹാളിൽ, ഇപ്പോൾ 16 പോസ്റ്റുകളാണ് പറഞ്ഞത്, ഇതിനേക്കാൾ 1000 ആളുകൾ കൊടുത്ത ഒരു ഹാളിൽ വെച്ച് നമ്മൾ പരിപാടി നടത്തണം. പ്രൊസീഡ് ചെയ്യട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എൻ്റെ വാർത്തകൾ പറയാൻ വേണ്ടി ക്ഷണിച്ചാൽ എനിക്ക് ഒരു കാര്യങ്ങൾ പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു കാര്യം കൂടി പറയുന്നു. ഞാൻ പാട്ട് പാടുന്ന വെച്ചാൽ മൂടി വെച്ചതാണ് സൗകര്യത്തിലല്ല. കോക്കാട്ടിലെ കുടുംബസമിതിയുടെ 2018-24 കാലയളവിലെ വരവ് ചെലവ് കണക്കാണ് അവതരിപ്പിക്കുന്നത്. ഓപ്പണിംഗ് ബാലൻസ്
മുൻപാക്കി 58,876 രൂപ. 2018 മുതൽ 2024 വരെ പോക്കാട്ടുങ്കൽ ഡെവലപ്പേഴ്സിൽ നിന്ന് കുടുംബസമിതിക്ക് ലഭിച്ചത് 2,75,800 രൂപ. ചികിത്സ സംബന്ധമായിട്ട് നമ്മൾ പിരിച്ച പൈസ, ഒരാളുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേക കണ്ടീഷനിൽ പണം പിരിക്കേണ്ടി വന്നു, 18,500 രൂപ. 2024 ഏറ്റവും അവസാനം പോക്കാട്ടുങ്കൽ ഡെവലപ്പേഴ്സിൻ്റെ മീറ്റിംഗ് കൂടി, അതുവഴി നമ്മുടെ പോക്കാട്ടുങ്കൽ കുടുംബസമിതിക്ക് ലഭിച്ചത് 33,830 രൂപ. അങ്ങനെ ആകെ വരവ് 3,87,006 രൂപയാണ്. ഇനി ചെലവ് വായിക്കാം. ചികിത്സാ സഹായം, പല ആളുകൾക്കായിട്ട് പല സമയങ്ങളിൽ ചികിത്സാ സഹായം കൊടുത്തത് 39,000 രൂപ. നമ്മൾ 2015 മുതൽ തുടർച്ചയായി എല്ലാ വർഷവും കുടുംബ കലണ്ടർ ഇറക്കാറുണ്ട്. ആ കുടുംബ കലണ്ടറിൻ്റെ മൊത്തം വന്നത് 2018-19 മുതൽ 2025 വരെയുള്ള കുടുംബ കലണ്ടറിന് വന്നത് 98,950 രൂപ. 2019 പ്രളയ ദുരിതാശ്വാസത്തിന് നമ്മൾ കാര്യമായിട്ട് നമ്മൾ കൊണ്ടുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. 2 ഭാഗങ്ങളായിട്ട് കോഴിക്കോടും തെന്നിപ്പുരം ഭാഗത്തുമായിട്ട് നടത്തിയത് 43,082 രൂപ. വിവാഹ സഹായമായിട്ട് 20,000 രൂപ. പിന്നെ മീറ്റിംഗ് 2023 നമ്മൾ ഒരു കുടുംബ സംഗമം ഇവിടെ വെച്ച് തന്നെയാണ് ഇത്ര വിപുലമായിട്ടല്ലാത്ത രൂപത്തിൽ പ്രതിനിധികളെ വിളിച്ചുകൊണ്ട് നടത്തിയിരുന്നു. അതോടൊപ്പം 2024 ഒരു ഹജ്ജ് യാത്രയായിരുന്നു. അങ്ങനെ മീറ്റിംഗ് ഇനത്തിൽ 20,800 രൂപ. നമ്മൾ റമദാൻ റിലീഫാണ് സാധാരണ നടത്താറുണ്ടായിരുന്നതെങ്കിലും കോവിഡ് വന്നതിന് ശേഷം നമ്മൾ ആ കോവിഡ് കാലയളവിൽ കോവിഡ് ബാധിതരായിട്ടുള്ള ആളുകളെ സഹായിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള റിലീഫ് പ്രവർത്തനം 17,000 രൂപ. പിന്നെ നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾക്ക് ഒരു പ്രതിഭയെ അനുമോദിക്കുന്നതിന് വേണ്ടി, അതായത് നേരത്തെ ഇവിടെ ആദരിച്ച ഫർഹാൻ, അവന് കേരളത്തിലെ ഗുസ്തി മത്സരത്തിൽ ഇന്ത്യയിലെ ഗുസ്തി മത്സരത്തിൽ 3ാം സ്ഥാനം നേടുകയും അതിനുശേഷം പഞ്ചഗുസ്തിയിൽ ഏഷ്യയിൽ 1ാം സ്ഥാനം, ഇന്ത്യക്ക് വേണ്ടി 1ാം സ്ഥാനം നേടുകയും ചെയ്തു. ആ സമയത്ത് അദ്ദേഹത്തെ അനുമോദിക്കുന്നതിന് വേണ്ടി ബാനറുകൾ പല സ്ഥലങ്ങളിലായി നമ്മൾ പ്രദർശിപ്പിച്ചിരുന്നു. അതിന് 2,000 രൂപ. അങ്ങനെ മൊത്തം വരവ് 3,87,006 രൂപയും ചെലവ് 2,39,032 രൂപ. മിച്ചം 1,47,974 രൂപ മിച്ചമുള്ള കണക്കാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അവതരിപ്പിച്ച കണക്ക് സംബന്ധമായി സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. സമയപരിമിതി മൂലം ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് ഇവിടെ നിൽക്കുന്ന എനിക്ക് കൃത്യമായി ബോധ്യമുണ്ട്. എന്നിരുന്നാലും ഞാൻ എൻ്റെ ഉത്തരവാദിത്വം നിർവഹിച്ചു പോവാണ്. ആരെങ്കിലും ഒരാൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അയാൾക്കെങ്കിലും കണക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ടല്ലോ എന്നുള്ള ബോധ്യമുണ്ട്. പലപ്പോഴും പല പ്രസംഗത്തിൻ്റെയും അവസാനത്തെ കയ്യടി നിർത്തിക്കിട്ടിയല്ലോ എന്ന ആശ്വാസ കയ്യടിയാണെന്നും തോന്നുന്നുണ്ട്. എന്തായിരുന്നാലും ശരി, ഈ വായിച്ച കണക്കിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കുക. ഉടനെ തന്നെ ഞാൻ നമ്മുടെ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഇല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ചോദിക്കാട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസല്ലം. പോക്കാട്ടുങ്കൽ കുടുംബസമിതിയുടെ 2018-2024 കാലയളവിലെ പ്രവർത്തന റിപ്പോർട്ട് നിങ്ങളുടെ കാലയളവിലെ റിപ്പോർട്ടാണ് അവതരിപ്പിക്കുന്നതെങ്കിലും 2024 ജനുവരി 26 വാർഷിക ജനറൽ ബോഡി യോഗം കൂടിയിരുന്നു. പ്രസ്തുത യോഗം 15ാം വാർഷിക മെഗാ സംഗമത്തിൻ്റെ പ്രഖ്യാപന സംഗമമായി മാറിയതുകൊണ്ട് തന്നെ വരവ് ചെലവ് കണക്കുകൾ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് 2018 മുതൽ 2024 വരെയുള്ളത് അവതരിപ്പിക്കുന്നത്. 2018 ജനുവരി 26 KKM ഇവിടെ ചേർന്ന് ഓഡിറ്റോറിയത്തിൽ ചേർന്ന ജനറൽ ബോഡി യോഗം നിലവിലുണ്ടായിരുന്ന കമ്മിറ്റിയെ നിലനിർത്തി. കേരളം വിറങ്ങലിച്ച വെള്ളപ്പൊക്കത്തിലും അകലം പ്രാപിച്ച് അഭയം നേടിയ ലോക ജനതയെ ഭീതിയിലാക്കിയ കോവിഡ് കാലവും കടന്നുപോയത് ഈ കാലയളവിലാണ്. പ്രവർത്തനങ്ങൾ, നിയന്ത്രണങ്ങൾക്കും പ്രതിസന്ധികൾക്കുമിടയിൽ ഈ കാലയളവിൽ വ്യത്യസ്ത അജണ്ടകളോടുകൂടി 13 യോഗം ചേർന്നു. 2 യോഗങ്ങൾ കോഴിക്കോട് ഭാഗത്താണ് നടന്നത്. പ്രളയ ദുരിതം ബാധിച്ച കോഴിക്കോട് ഭാഗത്തുള്ളവർക്ക് ഭക്ഷണ കിറ്റും മറ്റ് അവശ്യ സാധനങ്ങളും വീട് റിപ്പയറിംഗ് അടക്കമുള്ള പ്രവർത്തനങ്ങൾ നടത്താനായിട്ടുണ്ട്.
പലതും നഷ്ടപ്പെട്ടവർക്ക് പൂർണ്ണാശ്വാസം നൽകാനായിട്ടില്ലെങ്കിലും ചെറിയ ആശ്വാസ കിരണമായിരുന്നു കുടുംബസമിതിയുടെ റിലീഫ് പ്രവർത്തനങ്ങൾ. ആകെ 43,082 രൂപയുടെ റിലീഫ് പ്രവർത്തനം ഈ ഇനത്തിൽ നടത്താനായി. നാഥൻ സ്വീകരിക്കട്ടെ, ആമീൻ. സാധാരണ നടത്തി വരാറുണ്ടായിരുന്ന റമദാൻ റിലീഫ് പ്രവർത്തനം ഈ കാലയളവിൽ 2 തവണ കോവിഡ് ദുരിതാശ്വാസമായിട്ടാണ് നടത്തിയത്. പുറത്തിറങ്ങാൻ കഴിയാതെ വീട്ടിലിരിക്കേണ്ടി വന്ന സമയത്ത് കുടുംബാംഗങ്ങളുടെ അന്നം മുട്ടാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സാമ്പത്തിക പരിമിതികൾക്കകത്തു നിന്നുകൊണ്ടും ചെയ്യാനായിട്ടുണ്ട്. പടച്ചതമ്പുരാന്റെ പരീക്ഷണമായി രോഗം കൊണ്ടും രോഗപീഡ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക്, സ്വപ്നങ്ങളുടെ നിറം നഷ്ടപ്പെട്ട പ്രതീക്ഷയുടെ വാതിലുകൾ തേടുന്നവർക്ക് പ്രത്യാശയുടെ കിളിവാതിലെങ്കിലും തുറന്നു കൊടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തി വരുന്നുണ്ട്. ജീവിത പരീക്ഷണങ്ങൾ അന്തിച്ചു നിന്നുപോയ കുടുംബാംഗങ്ങളെ കരം നൽകി ചേർത്ത് പിടിക്കാനുള്ള ശ്രമങ്ങളുമായിട്ട് പല ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. 39,000 രൂപയുടെ ചികിത്സാ സഹായവും 20,000 രൂപയുടെ വിവാഹ സഹായവും ഈ കാലയളവിൽ നൽകി. പൊതുവായി നേരിട്ടുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി കുടുംബസമിതിക്കും വേണ്ടത്ര സാമ്പത്തിക ഇടപെടലുകൾ നടത്താൻ കഴിയാത്ത ഒരു കാരണമായിട്ട് എടുത്തു പറയുന്നു. കുടുംബ ബന്ധങ്ങൾക്കിടയിലെ സൗന്ദര്യ പിണക്കങ്ങളും മത്സരങ്ങളും പരിഹരിക്കുന്നതിൽ സമയബന്ധിതമായ ഇടപെടാറുണ്ട്. ഇനിയും ഈ പ്രവർത്തനങ്ങൾ തുടർന്നു കൊണ്ടുപോകുന്ന നമുക്കിടയിൽ പരസ്പര ഐക്യവും സ്നേഹവും കൂട്ടിയുറപ്പിക്കുന്നതിന് ശ്രമങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. നാഥൻ വിജയിപ്പിക്കുമാറാവട്ടെ, ആമീൻ. കുടുംബസമിതി ഇടപെട്ട ഒരു വിഷയവും പരിഹരിക്കപ്പെടാതിരുന്നിട്ടില്ല എന്നത് കുടുംബസമിതിക്ക് കീഴിലുള്ള മസ്ലഹത്ത് കമ്മിറ്റിയുടെ ആത്മാർത്ഥ പ്രവർത്തനം പോലെ തന്നെ കുടുംബാംഗങ്ങളുടെ വിട്ടുവീഴ്ചയും അനുസരണ ഗുണവും കൊണ്ടാണെന്ന് എടുത്തു പറയേണ്ടതാണ്. 2015 നാം ആരംഭിച്ച കുടുംബ കലണ്ടർ 2025 വരെ എല്ലാ വർഷവും പ്രസിദ്ധീകരിക്കാറുണ്ട്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ മരണ തീയതി അടക്കം രേഖപ്പെടുത്തിയ കലണ്ടർ ഒരു സ്മരണ കുറിപ്പ് കൂടിയായിട്ടാണ് കുടുംബസമിതി കണക്കാക്കുന്നത്. കുടുംബത്തിൽ മരണം സംഭവിച്ചാൽ അവിടങ്ങൾ ദിക്ർ ദുആകളിൽ കൂട്ടമായി പങ്കെടുക്കുകയും അതോടൊപ്പം തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് വഴി ദിക്ർ ചൊല്ലുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നടത്തിവരുമെന്ന പതിവ് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുടുംബാംഗങ്ങളുടെ വിവിധ വിദ്യാഭ്യാസ, സാമൂഹിക, കലാ, കായിക രംഗത്ത് പ്രശംസനീയമായ നേട്ടങ്ങൾ കൈവരിക്കാനായത് ഈ കാലയളവിലാണ്. വ്യത്യസ്ത മേഖലകളിൽ നേട്ടങ്ങൾ കൈവരിച്ച 15 പ്രതിഭകളെ നാം ഇന്ന് ആദരിക്കാനും അനുമോദിക്കാനും കഴിഞ്ഞതിൽ സന്തോഷിക്കട്ടെ. കുടുംബസമിതിയുടെ പ്രധാന സാമ്പത്തിക സ്രോതസ്സായ പോക്കാട്ടങ്ങൾ ഡെവലപ്പേഴ്സിന്റെ പ്രവർത്തനം പ്രതിസന്ധികളിലൂടെയായിരുന്നു കടന്നുപോയിക്കൊണ്ടിരുന്നതെങ്കിലും അടുത്ത കാലത്തായി ചില ഉണർവുകൾ കാണാനാവുന്നുണ്ട്. അതിൻ്റെ പ്രതിഫലനമെന്നോണം 3 ലക്ഷത്തിലധികം രൂപ പോക്കാട്ടങ്ങൾ ഡെവലപ്പേഴ്സിൽ നിന്നും കുടുംബസമിതിയുടെ പ്രവർത്തനങ്ങൾക്കായിട്ട് നേടിയെടുക്കാനായിട്ടുണ്ട്. ചെറിയ നിക്ഷേപങ്ങൾ നടത്തിയവരടക്കമുള്ളവരുടെ ലാഭത്തിൻ്റെ ഒരു വിഹിതമാണ് ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു നല്ല ദാനധർമ്മമായി സ്വീകരിച്ച് ഓഹരി ഉടമകൾക്കെല്ലാം അതിൻ്റെ പ്രതിഫലം നൽകി നാഥൻ അനുഗ്രഹിക്കട്ടെ, ആമീൻ. അനുസ്മരണം. ഈ കാലയളവ് നമ്മുടെ കുടുംബത്തിന് തീരാ നഷ്ടങ്ങളുടേതായിരുന്നു. കുടുംബസമിതി രൂപീകരിച്ചതു മുതൽ 2021 വരെ കമ്മിറ്റിയുടെ മുഖ്യ കാര്യദർശിയും കുടുംബത്തിൻ്റെ തലമുറ ബന്ധങ്ങളുടെ താഴ്വേര് കണ്ടെത്തി നമ്മുടെ അസ്തിത്വം ഉറപ്പിക്കുന്നതും ഉറപ്പിക്കുകയും കുടുംബസമിതിയുടെ പ്രധാന ശില്പിയുമായിരുന്ന സിദ്ദീഖാജി, പ്രഥമ കമ്മിറ്റിയുടെ ട്രഷററായിരുന്ന മുഹമ്മദ് ഹാജി വള്ളിക്കുന്ന്, പ്രഥമ കമ്മിറ്റിയുടെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന മരക്കാർ, കോഴിക്കോട് ഭാഗത്തുള്ളവരെ പോക്കാട്ടങ്ങൾ കുടുംബവുമായി നിരന്തരം ബന്ധപ്പെടുത്താറുള്ള കുടുംബത്തിൻ്റെ കോഴിക്കോട്ടെ അംബാസഡർ കൂടിയായിരുന്ന മാത്തോട്ടം ബഷീർക്ക, കാരണവർ മുഹമ്മദ് കുട്ടിയേജി നടുത്തൊടി, അതോടൊപ്പം തന്നെ അകം കൊള്ളുന്ന വേദനയോട് ഓർക്കുന്ന ആഷിഖ് അസീസ്, മാത്തോട്ടം ഉസ്മാൻ ഖാൻ, അങ്ങനെ അവസാനമായി നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഏറ്റവും അവസാനമായി പോക്കാട്ടങ്ങൾ ഉണ്ണിയാലിക്ക, ഇങ്ങനെ തുടങ്ങി നമ്മുടെ കുടുംബത്തിൽ അതേപോലെ തന്നെ നടുത്തൊടി പാത്തമ്മക്കുട്ടി അജ്ജുമ, ആയിഷി അജ്ജുമ, അങ്ങനെ ഒരുപാട് പേരെടുത്ത് പറയാത്തതടക്കമുള്ള ഒരുപാട് പേര് നമ്മിൽ നിന്നും പിരിഞ്ഞു പോയിട്ടുണ്ട്. പടച്ചറപ്പ് അവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാകട്ടെ. അതോടൊപ്പം തന്നെ നാളെ അവരോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ സൗഭാഗ്യം നൽകുമാറാവട്ടെ. ചില നിർദ്ദേശങ്ങളുണ്ട് കമ്മിറ്റിക്ക്, പുതിയ കമ്മിറ്റിയോടുള്ള ചില നിർദ്ദേശങ്ങൾ. ഒന്ന്, കുടുംബാംഗങ്ങൾ വിവിധ പ്രദേശങ്ങൾ വ്യാപിച്ചു കിടക്കുന്നതിനാൽ പലപ്പോഴും കുടുംബസമിതിയുടെ പ്രവർത്തനം കാര്യക്ഷമമാവാതെ വരാറുണ്ട്. ഇതിന് പരിഹാരമെന്നോണം വിവിധ ഭാഗങ്ങളിൽ ഭൂമിശാസ്ത്രാടിസ്ഥാനത്തിൽ സബ് കമ്മിറ്റികൾ രൂപീകരിക്കുക.
സംഗമത്തോടനുബന്ധിച്ച് നടത്തിയ പ്രീമിയർ ലീഗ് ബോധ്യപ്പെടുത്തുന്നത് മലബാറിലെ പ്രശസ്തമായ ഒരു ഫുട്ബോൾ ടീമിൻ്റെ സാധ്യതയാണ്. കുടുംബസമിതി ആ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തണമെന്നും സമിതിയുടെ പ്രവർത്തനങ്ങൾക്ക് ക്യാബിനറ്റ് സംവിധാനം ആലോചിക്കാവുന്നതാണ്. 4 കുടുംബസമിതി സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ നിയമവശങ്ങൾ ആരായില്ല. 8 വർഷ കാലയളവിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാനായിട്ടില്ലെങ്കിലും പരിമിതികൾക്കും പ്രതിസന്ധികൾക്കും ഇടയിൽ പരമാവധി പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. സമർപ്പിക്കുന്നു. റിപ്പോർട്ടിൽ എന്തെങ്കിലുമൊക്കെ ചർച്ച ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അധികമായിട്ടുണ്ടെങ്കിൽ പ്രത്യേകം സൂചിപ്പിക്കാം. നമ്മളിവിടെ ക്ഷണിച്ചിട്ട് നമ്മളിവിടെ കുറേ പറഞ്ഞു യമനിലെ ബാവസീർ കബീലിനെ കുറിച്ചൊക്കെ. നമ്മുടെ യമനിലെ ബാവസീർ കബീലിൽപ്പെട്ട ആളുകളിൽ പോക്കാട്ടിൽ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന പൊൻമുണ്ടത്തുള്ള ആള് തേജിപ്പുരം ചെനക്കലങ്ങാടിയിൽ താഴെ ചെനക്കലങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്ത് പുഴങ്കടത്ത് നായന്മാരിൽ നിന്നും സ്ഥലം വാങ്ങി അവിടെ വീട് വെച്ചു. അങ്ങനെ പോക്കാട്ടിൽ അബ്ദുറഹ്മാൻ എന്ന് പറയുന്നവരുടെ മകൻ 10ാം തലമുറയിലുള്ള ഇവിടെ ആളുകൾക്ക് നേരത്തെ ലുക്മാൻ സാർ ചോദിച്ചപ്പോൾ അതേവരെ പക്ഷേ മറ്റു പലർക്കും ചോദിച്ചിട്ടുണ്ടാവും. പക്ഷേ പോക്കാട്ടുകാരടുത്ത് അതുവരെ പോകില്ല. കാരണം കൃത്യമായിട്ട് നമ്മുടെ തലമുറകളെ കുറിച്ച് ബോധ്യമാണ്. ഇത് നമുക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട്. ഈ കുടുംബം എന്ന് പറയുന്നത് പോക്കാട്ട് കുടുംബത്തിൻ്റെ ഭാഗമായിട്ടുള്ള കുടുംബമാണ്. പോക്കാട്ട് കുടുംബം എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായിട്ടുള്ള ഒരു കുടുംബമാണ്. യഥാർത്ഥത്തിൽ അസർ എന്ന് പറയുന്ന ഒരു വളരെ നമ്മുടെ പഴയകാല അല്ലെങ്കിൽ ഒരു പ്രതികാരം എന്ന് പറയുന്ന. അതോടുകൂടി മറ്റൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ കുടുംബങ്ങളിൽ സാമ്പത്തികമായി ഉന്നതിയിൽ നിൽക്കുന്നവരുമുണ്ടാകും, വളരെ പാവപ്പെട്ടവരുമുണ്ടാകും, മിഡിൽ ക്ലാസ്സിൽ ജീവിക്കുന്നവരുമുണ്ടാകും. നമ്മുടെ കുടുംബത്തിലെ ആരെങ്കിലും കഷ്ടപ്പെടുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് താങ്ങും തണലുമായി നിൽക്കാനുള്ള ഒരു സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കണമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം നമുക്ക് നമ്മുടെ കുടുംബത്തിലെ ആളുകളെ സഹായിക്കാൻ കിട്ടുന്ന ഏറ്റവും വലിയ മഹത്തായ ഒരു അവസരമാണ് ഇതെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും നമ്മുടെ ഈ കുടുംബത്തിന് താങ്ങും തണലുമായി പ്രവർത്തിക്കാൻ നിങ്ങളൊക്കെ ഏത് സമയത്തും സജ്ജരാകണമെന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് അടുത്ത 5 വർഷത്തേക്കുള്ള പുതിയ ഭരണസമിതിയെ ഇന്നിവിടെ തിരഞ്ഞെടുക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും വരും തലമുറകളിലെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നിങ്ങളും അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് താങ്ങും തണലുമായി അശരണരും പാവപ്പെട്ടവരുമായ ആളുകളുടെ ഉദ്ധാരണത്തിനും അവരുടെ ഭാവിയുള്ള അവരുടെ പ്രയാസങ്ങളൊക്കെ നീക്കാൻ ഇന്ന് നമ്മുടെ നാട്ടിൽ പാലിയേറ്റീവ് എന്നുപോലുള്ള പല സംഘടനകളും ഉണ്ട്. അതുപോലെ നമുക്കും നമ്മുടെ കുടുംബത്തിലെ പാവപ്പെട്ടവന് താങ്ങും തണലുമായി നിൽക്കാൻ നമ്മൾ ഏത് സമയത്തും സദാ സന്നദ്ധരാവണമെന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പണിപ്പുരയിലാണ് ഓരോ വൈകാതെ തന്നെ അങ്ങനെ ഒരു സംഗമം നമുക്ക് ഒന്നായി നമ്മളെല്ലാവരും പങ്കെടുക്കുന്ന ഒരു സംഗമം ഇൻഷാ അല്ലാഹ് ഒരു വലിയ സമയം ഇല്ലാതെ തന്നെ നമ്മൾ പ്രഖ്യാപിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് അറിയിക്കാം. ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ കഴിഞ്ഞത് ഏറെ സന്തോഷത്തോടെയാണ്. റഫീഖ് സാഹിബ് വിളിച്ചപ്പോൾ വളരെ സന്തോഷം തോന്നി. ഈ പോക്കാട്ടുകർ കുടുംബത്തെക്കുറിച്ച് ഞങ്ങൾ അറിയുന്നത് നേരത്തെ നിങ്ങളുടെ സംഗമത്തിൽ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പോക്കാട്ട് കുടുംബത്തിലെ കാരണവരുമായിട്ടുള്ള ആദർശേരി പോക്കാട്ട് ആദർശേരി അംശകുട്ടി സംസ്ഥ ഷവർ മെമ്പറായിട്ടുള്ള അദ്ദേഹമാണ് ഞങ്ങളെ ഇങ്ങനെ ചേളാരി ഭാഗത്ത് ഒരു നമ്മുടെ ഇതിൽപ്പെട്ട പോക്കാട്ടങ്ങൾ എന്നതിൽ അവിടെ അറിയപ്പെടുന്ന ഒരു വിഭാഗം ഉണ്ടെന്ന് ഞങ്ങൾ ആദ്യം പരിചയപ്പെടുത്തത് പറഞ്ഞു തന്നത് അംശകുട്ടി ഉസ്താദാണ്. അതുമായിട്ടാണ് ഞങ്ങളിവിടെ ബന്ധപ്പെടുന്നതും നമ്മൾ പലപ്പോഴും കൂടിയാലോചിച്ച് നടത്തുന്നുണ്ട്. തുടർന്നും നമുക്ക് ഐക്യത്തോടെ നല്ല മനസ്സോടെ നല്ല കുടുംബമായി മുന്നോട്ട് പോകാൻ നാടൻ എല്ലാവിധ അനുഗ്രഹവും ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും. 2 വാക്ക് ആശംസ പറയുന്നത് സദസ്സിലുമുള്ള എല്ലാ പോക്കാട്ട് കുടുംബാംഗങ്ങൾക്കും അസ്സലാമു അലൈക്കും.
ഇന്ന് നമ്മളിവിടെ കൂടിയത് പോക്കാട്ടിക്കൽ കുടുംബ സംഗമത്തിൻ്റെ ഈ വലിയൊരു പരിപാടി വളരെ ഭംഗിയായിട്ട് നടന്നു കാണുമ്പോൾ വളരെ ഞാൻ സന്തോഷിക്കുകയാണ്. നിങ്ങളെ ഇപ്പോൾ ഇവിടെ സെക്രട്ടറിയുടെ എല്ലാ കാര്യങ്ങളും വായിച്ച് പാവപ്പെട്ടവർക്കുള്ള എല്ലാ കാര്യങ്ങളും വീട് നിർമ്മാണത്തിന് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ സംഗമം നടത്തുന്നത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. പടച്ചവൻ അത് ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ കുടുംബത്തിന് പോക്കാടൻ എന്നുള്ള പല പേരുകളിലാണ് വന്നത്. ഓരോ അക്ഷരം കൊണ്ടുള്ള വ്യത്യാസമാണ്. അതിപ്പോൾ ഇപ്പം ഈ നിങ്ങളോട് സംസാരിച്ച് പോയ ഈ എൻ്റെ അനുജനാണ്. അവൻ്റെ ഒരു മൂത്താപ്പ നിലമ്പൂർ പോയിട്ടാണ് താമസാക്കിയത്. അപ്പോൾ അവർ പോക്കാട്ടിൽ നിന്നുള്ളത് അവർക്കിപ്പോൾ അവിടെ പാസ്പോർട്ടുകൾ ഇതിലൊക്കെ എല്ലാം അവർ എഴുതി വെച്ചിട്ടുള്ളത് പോക്കാട്ടിലൊക്കെ പേര് കൊടുത്തിട്ടുള്ളത് പോക്കാടിലാണ്. അപ്പോൾ അത് ഓരോരോ സ്ഥലത്ത് ചെന്നപ്പോൾ അതിനനുസരിച്ചുള്ള വ്യത്യാസം ഉണ്ടായിരുന്നു. ഇവിടെ പോക്കാട്ടാണ്, അവിടെ ചെന്നിട്ട് പോക്കാട്ടിലാക്കി. അപ്പോൾ അത് ഇന്നിപ്പോൾ അവരെ സ്കൂൾ പഠിക്കുന്ന കുട്ടികളുടെ പേരിലും അവരെടുത്ത പാസ്പോർട്ടിലും ഇപ്പോൾ അങ്ങനെയാണ് ചേർത്തിട്ടുള്ളത്. അത് കാരണം എന്താ വെച്ചാൽ അന്നതിന് അവരെ അവരെ ആരെങ്കിലും അത് ശ്രദ്ധിച്ചിട്ടില്ല. ഇന്നിപ്പോൾ പോക്കാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ നമ്മളെ കുടുംബം ഒരുപാട് വലുതായി. കാരണം ഞാനൊരു കല്യാണത്തിന് പോയി. ഞാൻ കോഴിക്കോട് നിന്ന് അപ്പുറത്ത് നമ്മളെ കണ്ണൂർ അടുത്ത സ്ഥലത്താണ് പിന്നെ കല്യാണത്തിന് ഞാൻ പോയത്. അവിടെ ചെന്നപ്പോൾ എന്നെ കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ ഏതാ സ്ഥലങ്ങൾ എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കോട്ടക്കൽ എട്രിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എൻ്റെ പേര് ഇബ്രാഹിമാണ് എന്നാണ് എട്രിക്കോട് ഉള്ള ആളാണ് പറഞ്ഞത്. അപ്പോൾ എന്നോട് ചോദിച്ച് ഞാൻ മൂപ്പരോട് ഇങ്ങനെ വളരെ കാര്യം ചോദിച്ചപ്പോൾ നിങ്ങൾ വിഷയത്തൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പോക്കാട്ടാണെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഒരുപാട് പോക്കാട്ടുകാരുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നമ്മളെ അറക്കൽ കുടുംബത്തിനെ ഇൽമ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊടുങ്ങല്ലൂരിൽ നിന്ന് കൊണ്ടുപോയതാണ് നമ്മളെ പോക്കാട് കുടുംബത്തിൽപ്പെട്ട. അവർ പഴയ കാലഘട്ടത്തിൽ യമനിൽ നിന്ന് വന്നതാണെന്നാണ് പറയുന്നത്. മാലിക്കിനാലും വന്നിട്ടാളും വന്ന കൂട്ടത്തിൽ വന്നത് അതിന് ശേഷം വന്നവരാണ് അവർ കൊടുങ്ങല്ലൂർ വന്നപ്പോൾ അവരിന്ന് അറക്കൽ കുടുംബത്തിലേക്ക് ഇൽമ് പഠിക്കാൻ വേണ്ടിയിട്ട് അവരങ്ങോട്ട് പറഞ്ഞയച്ചപ്പോൾ അവരവിടെ കൊണ്ടുകെട്ടി അവിടെ കൂടി കുട്ടികൾ മക്കളൊക്കെ ഉണ്ടായി. അവിടെ കൂടി അവിടെ അങ്ങനെ ഒരുപാട് കുടുംബങ്ങൾ അവിടെ ആ സ്ഥലത്ത് അവിടെ ഉണ്ട്. അവർ കല്യാണത്തിന് പോയപ്പോൾ അവിടെ എല്ലാം പോകാത്ത ഒരു കട്ടമാനപ്പെട്ടിട്ടില്ല പറഞ്ഞത്. അങ്ങനെ നമ്മുടെ കുടുംബങ്ങളെ ഒരുപാട് സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുകയാണ്. നമ്മൾ ഇപ്പോൾ അടുത്ത കാലത്താണ് പല കുടുംബ സംഘങ്ങളും പല പരിപാടികളും നടത്തി പോക്കാട്ടിൻ്റെ ഓരോ ഭാഗത്ത് എത്തുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി തന്നെ അംശക്കുട്ടി മുസ്ലിം ഈ കേരള കൂടിയാണ് നമ്മൾ എത്ര പോലെ പോക്കാട്ടുകാരുണ്ട് എന്നല്ല അറിയുന്നത്. അങ്ങനെയാണ് അന്വേഷിച്ച് വന്നതും എത്തപ്പെട്ടതും എൻ്റെ എളാപ്പേണി മജീദാജി പറഞ്ഞ ആൾ ഞങ്ങളുടെ സെക്രട്ടറി മൂപ്പരുകൾ പറഞ്ഞപ്പോഴാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇതിന് മുന്നിൽ ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഈ കുടുംബ സംഗമം നല്ല വിജയകരമായിട്ട് നടക്കുന്ന ഒരു സ്ഥലമാണ് ചേറാജി എന്ന് പറഞ്ഞ ഈ സ്ഥലത്ത്. അള്ളാഹു തൗഫീഖ് ചെയ്യുന്ന ഭംഗിയായിട്ട് നടന്ന് അള്ളാഹു ഇനി ഇത് മുന്നോട്ട് നല്ല നിലയിൽ കൊണ്ടുപോകാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. നമ്മുടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ ഉദ്ഘാടന സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതലായി നീട്ടിപ്പരത്തിയൊന്നും പറയുന്നില്ല. വളരെ നല്ലൊരു പങ്കാളിത്തം നമ്മുടെ ഈ കുടുംബ സംഗമത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിനുവേണ്ടി ദിവസങ്ങളോളം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് ഓരോ ഏരിയയിലും അവിടെയുള്ള വീടുകളിലൊക്കെ കയറി ക്ഷണിക്കാവുന്നിടത്തോളം ആൾക്കാരൊക്കെ നേരിട്ട് ക്ഷണിച്ചു. അതുപോലെ തന്നെ ഫോണിൽ ബന്ധപ്പെടാവുന്നവരൊക്കെ അങ്ങനെയും വളരെ ദിവസങ്ങളോളം ഊണും ഉറക്കുമൊഴിച്ച് ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട ഒരുപാട് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട അംഗങ്ങളുണ്ട്. അവർക്ക് ആദ്യമേ ഞാൻ നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്നത്തെ ഉദ്ഘാടന സെഷനിൽ പ്രാർത്ഥന നിർവഹിച്ച
മുസ്ലിയാർ, അതുപോലെ ഉദ്ഘാടനം കർമ്മം നിർവഹിച്ച നമ്മുടെ MLA ഹമീദ് മാസ്റ്റർ, ആശംസകൾ അറിയിച്ച KK പള്ളി ഖത്തീബ് ജമാലുദ്ദീൻ ഫൈസി, തേഞ്ഞിപ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T വിജിത്ത്, അതുപോലെ ഇവിടെ നമുക്ക് വേണ്ടി നല്ലൊരു ക്ലാസ് എടുത്തു തന്ന ലുക്മാനുൽ ഹക്കീം സർ അരീക്കോട്, വളരെ എല്ലാവർക്കും പഠിക്കാൻ പറ്റിയ ഒരു ക്ലാസ് തന്നെയായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ എല്ലാമായ കുഞ്ഞിക്ക, അതുപോലെ അധ്യക്ഷൻ സക്കീർക്ക, സ്വാഗതം പറഞ്ഞ ഹബീബ്, കാര്യങ്ങൾ നിയന്ത്രിച്ച റഫീഖ്, അതുപോലെ തന്നെ അനുമോദനങ്ങൾ ഏറ്റുവാങ്ങിയ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ, കാരണവന്മാർ, എല്ലാവരും, അതുപോലെ ഈ പരിപാടി ആദ്യ അവസാനം വരെ ഇതിൽ പങ്കെടുത്ത എല്ലാ കുടുംബാംഗങ്ങൾക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. وأنذرنا من المعصرة ماء
ثجاجا لنخرج به حبا ونباتا وجنات ألفافا إن يوم الفصل كان ميقاتا يوم ينفخ في الصور فتأتون أفواجا وفتحت السماء فكانت أبوابا وسيرت الجبال فكانت سرابا إن جهنم كانت مرصادا للطاغين مآبا لابثين فيها أحقابا لا يذوقون فيها بردا ولا شرابا إلا حميما وغساقا جزاء وفاقا إنهم كانوا لا يرجون حسابا وكذبوا بآياتنا كذابا وكل شيء أحصيناه كتابا فذوقوا فلن نزيدكم إلا عذابا إن للمتقين مفازا حدائق وأعنابا وكواعب أترابا وكأسا دهاقا لا يسمعون فيها لغوا ولا كذابا جزاء من ربك عطاء حسابا السماوات والأرض وما بينهما الرحمن لا يملكون منه خطابا يوم يقوم الروح والملائكة صفا لا يتكلمون إلا من أذن الرحمن وقال صوابا ذلك اليوم الحق فمن شاء اتقى إلى ربه مآبا إنا أنذرناكم عذابا قريبا يوم ينظر المرء ما قدمت يداه ويقول الكافر يا ليتني كنت ترابا. السلام عليكم. പരിപാടികളെ വേണ്ടി അരങ്ങേറുന്നുണ്ട്. Smile.
രക്തബന്ധത്തിന്റെയും കൂട്ടായ്മയുടെയും
അടുത്തതായി അറബിക് ഡാൻസ്. ഭവനങ്ങളില
പതിച്ചൊരു ചുവരാണ് ഭാഗ്യക്കൂട്, മുത്തു പതിച്ചൊരു ചുവരാണ് ഭാഗ്യക്കൂട്. പനയോലയിലൊരു കുടിലാണ്, ഭവനങ്ങളിലതു നിധിയാണ്. പടിവാതിൽ ചെറുതടിയാണ്, നബി തങ്ങളുടെ പൂങ്കുടിലാണ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഹൈറ് പൂത്ത പൂമരം, തിരുനബി നീരിൻ സ്വരം സ്വരം, ഏകിയാകയും ഗുണം മധുരിതരൂഹിതരം. വരികളിലൊഴുകിയ രാഗമായി നബി തിരുനൂറിൻ മാതിഹായി, മുന്തിയ സുനിൻ താളമായി സന്നിധി പൂക്കാൻ മോഹമായി. വരികളിലൊഴുകിയ രാഗമായി നബി തിരുനൂറിൻ മാതിഹായി, മുന്തിയ സുനിൻ താളമായി സന്നിധി പൂക്കാൻ മോഹമായി. അഴകൊത്ത മഹമൂദിൻ അരികൊത്ത അണയേണം, അഴകൊത്ത മഹമൂദിൻ അരികൊത്ത അണയേണം. വരികളിലൊഴുകിയ രാഗമായി നബി തിരുനൂറിൻ മാതിഹായി, മുന്തിയ സുനിൻ താളമായി സന്നിധി പൂക്കാൻ മോഹമായി. തങ്ങളെ ത്വഹ നിലാവേ തണൽ നൽകിടുമോ, പാവമീനാൻ പാടിടുന്ന പാട്ടു കേട്ടിടുമോ. ധന്യമദീന നാട്ടിലരോമൽ പൂവായ, കണ്ണിമ ചിമ്മാതാ തിരുനൂറിൽ നോക്കിയിടാം. താജര മണ്ണിലിറങ്ങുന്ന മേലെ മുകിലിൻ തൂവലിൻ, പൊഴിയുക ഇതു കാത്ത് കാത്ത് പകലും നീക്കിടാം. ഇരുളിൽ ഞാനലയുന്നു നബിയേ, ഹൃദയം വേദനിക്കുന്നു നിധിയേ. ഇന്നോളം ചെയ്ത പാപങ്ങൾ ഇവനില്ലാതിയേറ്റുന്നു തനിയേ. വരികളിലൊഴുകിയ രാഗമായി നബി തിരുനൂറിൻ മാതിഹായി, മുന്തിയ സുനിൻ താളമായി സന്നിധി പൂക്കാൻ മോഹമായി. തങ്ങളെ ത്വഹ നിലാവേ തണലു നൽകിടുമോ,
മധുരിത റൂഹി വരം. അസ്സലാമു അലൈക്കും. Yeah.
ഉലയാത്ത ഉമറും ഉടയുന്ന കണ്ടു ഉടലായ മകളും ഒരുങ്ങുന്ന കണ്ടു മെത്തയും കട്ടിലുമില്ലാത്തൊരു രാജാവിൻ വീട മൊത്തത്തിൽ പൊട്ടിയ തോൽ മാത്രമിൽ കഴിഞ്ഞൊരു കൂട വിതുമ്പുന്ന നബിയോര് തുളുമ്പുന്ന നീര് കുട്ടിയെടുത്തൊരു ചുവരാണ സ്വർഗക്കൂട് കുട്ടിയെടുത്തൊരു ചുവരാണ സ്വർഗക്കൂട് തലയോലയിലൊരു കുടിലാണേ തകരങ്ങളിലതുനിധിയാണേ പടിവാതിൽ ചെറുതടിയാണേ തങ്ങളുടെ പൂങ്കുടിലാണേ കനിവാന്യബിയോരുടെ ഇടപകലുകൾ കണ്ടേ ഹൈറാം സ്വഹബോരുടെ ഇടപകലുകൾ കണ്ടേ അതു കേട്ടു സിദ്ദീഖിൻ വിളിയാളം യാ റസൂലേ അത് പൂവാം ബിലാലിൻ സ്വരനാദം യാ റസൂലേ. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കുക. നമ്മുടെ അജബിന്റെ ഓളിയിലേക്ക് തിളങ്ങുന്ന മദീനത്ത് അജ്വാമരങ്ങൾ തിങ്ങും മരുദേശത്ത് അയലോടെ റസൂലുള്ളാഹ് ഉറങ്ങുന്ന സവിധത്തിൽ അതുപോലെ ചൊന്ന സലാം പറഞ്ഞിടണം തിരുപ്പാ
അതുപോലെ കുട്ടികളുടെ കഴിവ് തെളിയിക്കുന്ന ഒരുപാട് പരിപാടികൾ ഇവിടെ വേദിയിൽ നടത്തപ്പെടും. ഒപ്പനയ്ക്ക് പേര് നൽകിയ ഈ പോക്കാട്ടിങ്ങൽ കുടുംബ സമിതിയുടെ 2025-2030 5 വർഷക്കാലത്തേക്കുള്ള പുതിയ ഭരണസമിതിയുടെ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ഇവിടെ നടക്കുകയാണ്. നമ്മുടെ ഈ സംഗമത്തിനിടയിൽ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അത് വളരെയേറെ ചർച്ചാ വിഷയമാകേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് എല്ലാ ആളുകളുടെയും പൂർണ്ണമായ സഹകരണത്തോടു കൂടി ഇവിടെ ഒരു പാനൽ അവതരിപ്പിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളുടെ പൂർണ്ണമായ സഹകരണം ഇത്തരത്തിലുള്ള അവസരത്തിൽ ആവശ്യമാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാനിവിടെ വായിക്കാം. സശ്രദ്ധം കേട്ട് നിങ്ങൾ അത് മക്കളുടെ ശബ്ദകോലാഹലങ്ങളൊക്കെ നിർത്തി ഈ വായിക്കുന്നത് ശ്രദ്ധാപൂർവം കേൾക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. കുടുംബസമിതിയുടെ 2025-2030 5 വർഷക്കാലത്തേക്കുള്ള ഭരണസമിതിയുടെ ഒരു പാനൽ ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. ഉപദേശക സമിതി ചെയർമാൻ ബാവ മുസ്ലിയാർ, വൈസ് ചെയർമാൻ ഉമ്മർ കോയ, അംസർ കോയ മാസ്റ്റർ, മെമ്പർമാർ മൊയ്തീൻകുട്ടി ഹാജി, സെയ്തലവി, മുണ്ടിയാൻ മാട്. കുടുംബസമിതി അതിൻ്റെ പ്രസിഡന്റ് KPMK കുഞ്ഞി, വൈസ് പ്രസിഡന്റ് സെയ്തലവി ഹാജി എന്ന ബാപ്പു, കരീം കക്കോളി, ബീരാഗോയ എന്ന കുഞ്ഞ, സക്കീർ ഹാജി മോഡേൺ ബസാർ, അമീർ പന്നിയങ്കര, ജനറൽ സെക്രട്ടറി റഫീഖ് P, ജോയിന്റ് സെക്രട്ടറി അംജദ് മാങ്കാവ്, ഫസൽ റഹ്മാൻ, സക്കീർ ഒളവണ്ണ, അൻവർ ചേളാരി, അബീബ് റഹ്മാൻ. ഇവർ ജോയിന്റ് സെക്രട്ടറിമാരാണ്. ഈ സംഘടനയുടെ ട്രഷറർ ബാപ്പു എന്ന ആളാണ്. അതിൻ്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ പേരുകളാണ് ഇനി വായിക്കുന്നത്. അസൻകോയ മുക്കത്ത് കടവ്, സിറാജ് കോഴിക്കോട്, മുഹമ്മദ് അലി എന്ന കുഞ്ഞ, ഷബീർ പാറോപ്പടി, അബ്ദു കിഴക്കേരി, അംസ മുത്തഞ്ചേരി, അസീസ് ചെത്തൈപ്പൊളി. ഇതിൻ്റെ യൂത്ത് വിഭാഗത്തിൻ്റെ കമ്മിറ്റിയാണ് അടുത്ത് വായിക്കാൻ പോകുന്നത്. യുവജന കമ്മിറ്റിയുടെ പ്രസിഡന്റ് മൻസൂർ അലി, വൈസ് പ്രസിഡന്റ് ബാപ്പുട്ടി ഷാഹിൻ, ജനറൽ സെക്രട്ടറി ഷബീർ കോഴിക്കോട്, ജോയിന്റ് സെക്രട്ടറിമാർ സലീം സിദ്ദീഖ് കോഴിക്കോട്, ഇതിൻ്റെ ട്രഷറർ സാബിക് മാനു എന്നാണ്. ഇതിൻ്റെ പ്രവർത്തക സമിതി അംഗങ്ങൾ ഷഫീഖ്, അനീഷ്, നൗഫിൽ, മിസ്ഹബ്, ഷൗക്കത്ത്, ജാഫർ. ഇതിലേക്ക് ആവശ്യമായ എക്സിക്യൂട്ടീവ് അംഗങ്ങളെ പിന്നീട് തിരഞ്ഞെടുക്കുന്നതാണ്. ഇതിന് ഒരു മസലത്ത് കമ്മിറ്റി ഉണ്ട്. ആ മസലത്ത് കമ്മിറ്റിയിൽ 5 പേരാണുള്ളത്. അവരുടെ പേര് വിവരം ഞാൻ വായിക്കാം. ബാവ മുസ്ലിയാർ, യൂസഫ് കോഴിക്കോട്, 3 മുഹമ്മദ് അലി എന്ന കുഞ്ഞ, 4 അഷ്റഫ് UV കോഴിക്കോട്, 5 അബീബ്. ഇതാണ് ഇപ്പോൾ വായിച്ച ആളുകളുടെ പേരുകളൊക്കെ നിങ്ങൾ ശ്രദ്ധാപൂർവം കേട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇതിൽ കൂടാതെ മറ്റൊരു ഇതാണ്, നമ്മുടെ കുടുംബത്തിലൊക്കെ ധാരാളം പ്രവാസികൾ ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്നവരാണ്. അവിടെയും നമ്മുടെ ഈ കുടുംബത്തിന് സബ് കമ്മിറ്റികളുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ആ പ്രവാസി സമിതിയുടെ പ്രസിഡന്റ് റഷീദ് ചെന്നൈ, വൈസ് പ്രസിഡന്റ് ഇലിയാസ് സൗദി, മറ്റൊരു വൈസ് പ്രസിഡന്റ് സവാദ് അബ്ദുവാജി, ജനറൽ സെക്രട്ടറി മുജീബ് ഖത്തർ, ജോയിന്റ് സെക്രട്ടറി സിദ്ദീഖ് എന്ന ബാപ്പുട്ടി. മറ്റൊന്ന് റാഹിദ്
സൗദിയാണ്. സിദ്ദീഖും സൗദിയാണ്. ട്രഷറർ അസ്ലം ചെന്നൈ. മെമ്പർമാർ അഷ്റഫ് ഷക്കീർ. ഷാക്കിർ, ബഷീർ, അസ്ലം, റഫീഖ്. ചേളാരി പ്രാദേശിക കമ്മിറ്റി പ്രസിഡന്റ് വീരാൻ കോയ എന്ന കുഞ്ഞ. വൈസ് പ്രസിഡന്റ് ഇമ്പിച്ചി കോയ മുണ്ടിയന്മാർ. അബ്ദുൾ കിഴക്കരി. ജനറൽ സെക്രട്ടറിമാരായി ജനറൽ സെക്രട്ടറി ഫസൽ റഹ്മാൻ, മുസ്തഫ രാമനാഥി, അബ്ദുൽ കലാം എന്നിവരാണ്. ട്രഷററായി ഹബീബ്. അതിലെ മെമ്പർമാർ സലാം പി, ലത്തീഫ്, അബ്ദുദ്ദീൻ, ഹൈദർ, അവറാൻകുട്ടി, നാസർ, അവറാൻ, അംസ, രാംനാഥി. കോഴിക്കോട് ഭാഗത്തെ ഭാരവാഹികളെ ഇനി പ്രഖ്യാപിക്കുന്നു. പ്രസിഡന്റ് സക്കീർ ഹാജി. വൈസ് പ്രസിഡന്റുമാർ അഷ്റഫ് മാളിക്കടവ്, ബിച്ചു മുത്തേടം. ജനറൽ സെക്രട്ടറി അംജദ്. ജോയിന്റ് സെക്രട്ടറിമാർ ബാബുട്ടി, തസ്ലീക. അതിൻ്റെ ട്രഷററായി സക്കീർ. CMCA എക്സിക്യൂട്ടീവ് ഇനി കൂട്ടിച്ചേർക്കാനുണ്ട്. ഇതിലെ പ്രവർത്തക സമിതി അംഗങ്ങളെ ഇനി കൂട്ടിച്ചേർക്കുന്നതാണ്. ഈ കമ്മിറ്റി ആയിരിക്കും 2025-2030 എന്ന 5 വർഷക്കാലത്തെ ഈ ഭരണസമിതിയെ നിയന്ത്രിക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണ സഹകരണം ഇതിനുണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇതിൻ്റെ തെരഞ്ഞെടുത്തതായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പായി നമ്മൾ 3 സലാത്ത് ചൊല്ലിക്കൊണ്ട് ഇതിനെ ഔദ്യോഗികമായി അംഗീകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സലാത്ത് ചൊല്ലാൻ എല്ലാവരും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പറയണം. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പറയണം. കാരണം ഇത്രയൊരു മഹത്തായ സംഗമത്തിനിടയ്ക്ക് നമ്മൾ ഓരോരുത്തരുടെ പേരുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് വായിക്കുന്നത് വളരെയേറെ പ്രയാസകരമായിരിക്കുമെന്നുള്ള തിരിച്ചറിവ് ഇതിൻ്റെ ഭരണസമിതിക്കുണ്ടായതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു നല്ല കമ്മിറ്റിയെ അവർ സ്വയം തിരഞ്ഞെടുത്തുകൊണ്ട് ഇതിനെ പ്രവർത്തിക്കാൻ കഴിവുള്ള ആളുകളാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു വേവലാതിയും വേണ്ട. ഇപ്പോൾ നടന്നു വന്ന ഈ കമ്മിറ്റി അതുപോലെ തന്നെ വരും തലമുറയിലുള്ള ആളുകളും നിങ്ങളുടെയൊക്കെ പൂർണ്ണ സഹകരണം ഇതിനുണ്ടാവണം. എന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള ഒരു മഹാസംരംഭത്തിന് അത് നാന്ദി നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള അംഗീകരിക്കാൻ വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണം ആവശ്യപ്പെടുകയാണ്. 3 സലാത്തോടു കൂടി ഇത് നമുക്ക് പാസ്സാക്കിയെടുക്കണം. അതിന് ഞാൻ والله حرام عليك ضيعت معك
பார்த்தா repeat. அவ பார்க்கும்போது எல்லாம் உள்ள happy. கத்திஜா வந்தா நின்னா பார்த்தா repeat. அவ பார்க்கும்போது எல்லாம் உள்ள happy. எந்த எதிர்